നമസ്കാരം. ലേറ്റ് എഡിഷൻ തുടങ്ങുന്നു. ആദ്യ വാർത്തയിലേക്ക്. കാർഷിക സർവകലാശാല ഫീസ് വർധനവിൽ പ്രതിഷേധിച്ച് വൈസ് ചാൻസലർ ബി അശോകിന്റെ വീട്ടിലേക്ക് SFI പ്രതിഷേധം നടത്തുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകുന്നു. മനീഷ് മഹിപാൽ അവിടെ നിന്നും തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, SFI മാർച്ചിലെ സംഘർഷം അതിനിപ്പോഴും അയവ് വന്നിട്ടില്ലേ? എന്താണ് അവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്? ഇപ്പോഴും തിരിഞ്ഞു പോയിട്ടുള്ള പ്രവർത്തകർ ഇതിനിടയിൽ ഈ പ്രതിഷേധക്കാരെ തടഞ്ഞുകൊണ്ട് നേരത്തെ വൈസ് ചാൻസലർ ബി അശോക് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പ്രവേശിച്ചു. നമുക്കറിയാം, വീടിന്റെ മുൻപിലാണ് നിലവിൽ ഈ പ്രവർത്തകർ, അദ്ദേഹത്തിന്റെ വീടാണ് ഇപ്പോൾ കാണുന്നത്. ആ വീട്ടിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു. പക്ഷേ അതിന് മുൻപേ തന്നെ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ഇപ്പോഴിതാ മതിൽ ചാടി കടന്നുകൊണ്ട് ആ വീട്ടിലേക്ക് പ്രവേശിക്കാനാണ് SFI പ്രവർത്തകർ ശ്രമിക്കുന്നത്. പക്ഷേ പോലീസ് അവരെ പ്രതിരോധിക്കുന്നു. പോലീസിനെ അവിടെ തടയുന്നു. അങ്ങനെ പോലീസും പ്രവർത്തകരുമായി ഉന്തും തള്ളും ഉണ്ടാകുന്നു. ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള പോലീസിന്റെ ശ്രമമാണ് കാണുന്നത്. SFIയുടെ ജില്ലാ സെക്രട്ടറി, പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുണ്ട്. ഏകദേശം 50-ലധികം SFI പ്രവർത്തകരുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 20 പ്രവർത്തകരാണ് ഈ മതിൽ ചാടിക്കടന്ന് VCയുടെ വീടിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ശ്രമം നടത്തുന്നത്. പക്ഷേ 2 പോലീസ് ജീപ്പുകൾ ഈ VC ബി അശോകിന്റെ വീടിന്റെ മുൻപിൽ ഇട്ട ശേഷം അവിടെ അങ്ങനെ തടഞ്ഞുകൊണ്ടാണ് നിലവിൽ പ്രവർത്തകരെ അകത്തേക്ക് പ്രവേശിക്കാതെ പോലീസ് SFIക്ക് നേരെ പ്രതിരോധം തീർക്കുന്നത്. അങ്ങനെ രാഷ്ട്രീയമായി തന്നെ അതിനെ കാണുന്നു. അങ്ങനെ ഇത് CPI പോരിലേക്ക് തന്നെ നേരിട്ട് കടക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ PM ശ്രീ വിവാദത്തിൽ ASFും AIF എന്ന നിലപാടെടുത്തു സർക്കാരിനെതിരെ. അതേ നിലപാട് തന്നെ കാർഷിക സർവകലാശാല ഫീസ് വർധനവിനെതിരെ നിലവിൽ SFI എടുക്കുന്നു. അങ്ങനെ നേരിട്ട് തെരുവിൽ യുദ്ധമുണ്ടാകുന്നു. തലസ്ഥാനത്ത് ഇതാ സർവകലാശാലയുടെ VCയുടെ വീടിന്റെ മുൻപിൽ SFIയുടെ വലിയ പ്രതിഷേധമുണ്ടാകുന്നു. അതിനെ പോലീസ് പ്രതിരോധിക്കുന്നു. ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ പോലീസ് പ്രവർത്തകർ തടഞ്ഞിരുന്നു. അങ്ങനെ തിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറല്ല. SFIയുടെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളുണ്ട്. നമുക്കറിയാം, നേരത്തെ തൃശ്ശൂരിലടക്കം SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റ് അടക്കമുള്ളവർ എത്തിയിരുന്നു. വലിയ പ്രതിഷേധം തൃശ്ശൂരിലുണ്ടായിരുന്നു. സമാനമായ സാഹചര്യം തലസ്ഥാനത്തുണ്ടാകുന്നു. അങ്ങനെ വൈസ് ചാൻസലർ വീടിനുള്ളിൽ പ്രവേശിച്ചു. അങ്ങനെ വീടിനുള്ളിലേക്ക് കൂടി പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറല്ല. ഇപ്പോഴിതാ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇപ്പോഴും അവിടെ SFI പ്രവർത്തകരുമായി പോലീസ് അവിടെ ഉന്തുതള്ളുമുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. VCയെ തടയണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ SFI പ്രവർത്തകർ എത്തിയത്. പക്ഷേ അത് പോലീസ് പ്രവർത്തകരെ തടയുകയായിരുന്നു. പിന്നീട് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം ആണിപ്പോൾ SFI പ്രവർത്തകർ ചെറുക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നേതാക്കളെ ഉൾപ്പെടെ അവിടെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ചെറിയ സംഘർഷാവസ്ഥ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അവിടെ ഉണ്ട്. മനീഷ് മഹിപാൽ തുടരുന്നു. മനീഷ്, ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് കയറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. അറസ്റ്റിന് വഴങ്ങുകയാണോ പ്രവർത്തകർ? SFIയുടെ ജില്ലാ പ്രസിഡന്റിനെ തന്നെ ആദ്യം അറസ്റ്റ് ചെയ്ത് വാഹനത്തിനുള്ളിൽ കയറ്റി. ഇപ്പോഴിതാ 3 പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ SFI ജില്ലാ സെക്രട്ടറി അടക്കമുള്ള പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള പോലീസിന്റെ ശ്രമമാണ് കാണുന്നത്. ഏകദേശം 1 മണിക്കൂറോളം നേരമാണ് തലസ്ഥാനത്ത് ഉള്ളൂരിൽ കേരള ഈ സർവകലാശാലയുടെ കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ബി അശോകിന്റെ വീടിന് മുൻപിൽ SFI പ്രവർത്തകർ പ്രതിഷേധിച്ചത്. അങ്ങനെ ഒരു 15 മിനിറ്റ് മുൻപെയാണ് ബി അശോക് ഇവിടെ എത്തിയത്. പക്ഷേ പോലീസ് ജീപ്പ് വെച്ച് തടഞ്ഞുകൊണ്ടാണ് SFI പ്രവർത്തകരെ തടഞ്ഞുകൊണ്ടാണ് വീടിനുള്ളിലേക്ക് ബി അശോകിനെ പ്രവേശിപ്പിച്ചത്. പക്ഷേ അപ്പോഴും SFI പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. ബി അശോകിന്റെ വീടിനകത്തേക്ക് കൂടി പ്രതിഷേധം സംഘടിപ്പിക്കാനും ഒപ്പം തന്നെ വീടിന്റെ മുൻപിൽ നിന്ന് പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിളിക്കാനും SFI പ്രവർത്തകർ മുതിർന്നു. അപ്പോഴാണ് കൂടുതൽ പോലീസ് എത്തി പ്രവർത്തകരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. നിലവിൽ 7-8 പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയും പ്രവർത്തകരുണ്ട്. ആരും പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. അങ്ങനെ രാഷ്ട്രീയമായി തന്നെ നേരിടുകയാണ് CPIM. നാളെ സംസ്ഥാന സർക്കാരിന്റെ ക്യാബിനറ്റ് നടക്കുമ്പോൾ 5 പ്രധാനപ്പെട്ട CPI മന്ത്രിമാർ വിട്ടുനിൽക്കുന്നു എന്ന വലിയ രാഷ്ട്രീയ പ്രഹരം 2ാം പിണറായി സർക്കാർ നേരിടുന്നു. അങ്ങനെ PM ശ്രീ വിവാദം വലിയ രാഷ്ട്രീയ പ്രഹരമേൽക്കുന്ന ഘട്ടത്തിൽ അതിനെ ആ രീതിയിൽ തന്നെ നേരിടുകയാണ്. CPIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായ കാർഷിക വകുപ്പ്, ആ കാർഷിക വകുപ്പിൽ തന്നെ ഉള്ള കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധനവ്, അതും 3%, ഏകദേശം 3 ഇരട്ടിയോളം ഫീസ് വർധനവ് ഉണ്ടാകുന്നു. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ആ യാഥാർത്ഥ്യത്തെ രാഷ്ട്രീയമായി നോക്കിക്കാണുന്നു. നേരത്തെ വെള്ളായണി സർവകലാശാലയിലായിരുന്നു. അവിടെ ഒരു വിദ്യാർത്ഥി 3 ഇരട്ടി ഫീസ് വർധനവിൽ അവിടെ പഠിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ TC വാങ്ങിപ്പോകുന്നത് വലിയ വിവാദമായി കണ്ടത്. കോഴിക്കോട് സ്വദേശിയുടെ ദാരുണമായ അവസ്ഥ, അത് വലിയ വിവാദമായിരുന്നു. അതിന് പിന്നാലെയാണ് വലിയ സമരം നടത്താൻ SFI തുനിഞ്ഞതും
തൃശ്ശൂരിൽ നമ്മൾ കണ്ടു. SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും തന്നെ നേരിട്ട് തെരുവിലിറങ്ങി അത് രാഷ്ട്രീയമായി നേരിട്ട് നമ്മൾ കണ്ടതാണ്. അതേ സാഹചര്യം തന്നെ തലസ്ഥാനത്തുണ്ടാകുന്നു. ഉള്ളൂരിലെ സർവകലാശാല VC-യുടെ വീട്ടിലേക്ക് തന്നെ ഉണ്ടാകുന്നു. അങ്ങനെ അടുത്ത ദിവസങ്ങളിൽ സർവകലാശാല ഉള്ള ജില്ലകൾ, അതായത് തൃശ്ശൂർ, കാസർഗോഡ്, വയനാട്, തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിലേക്ക് സർവകലാശാല കേന്ദ്രീകരിച്ച് സമരം ശക്തമാക്കാനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടല്ല SFI പ്രവർത്തകർ VC-യെ ഈ രീതിയിൽ തടയുന്നത്. മുൻപും പുറത്തും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെയായി VC-യെ ഇതേ ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFI പ്രവർത്തകർ തടഞ്ഞതാണ്. ഈ ഫീസ് വർധന അത് വലിയ വിഷയമായി തന്നെ വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റെടുത്തതാണ്. പെട്ടെന്നുള്ള ഈ ഫീസ് വർധന അത് സാധാരണക്കാരായ കുട്ടികൾക്ക് താങ്ങാൻ കഴിയില്ല എന്നതടക്കമുള്ള ആവശ്യങ്ങൾ നേരത്തെ SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ ഉന്നയിച്ചതാണ്. ഇപ്പോൾ ആ പ്രതിഷേധം അവർ കടുപ്പിക്കുകയുമാണ്. VC-യെ കരിങ്കൊടി കാണിക്കുക, VC-യെ തടയുക, VC-ക്കെതിരെ പ്രതിഷേധമുയർത്തുക എന്ന അവരുടെ ലക്ഷ്യം. അതിനായിട്ടാണ് ഇന്നിപ്പോൾ ഈ ആസ്ഥാനത്തേക്ക് അവർ എത്തുകയും ചെയ്തത്. ഇവിടെ ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് തടഞ്ഞ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. 1 മണിക്കൂറോളമായി അവിടെ പ്രവർത്തകർ പ്രതിഷേധിക്കുകയായിരുന്നു. VC എത്തിയ സമയം മുതൽ തന്നെ കൂടുതൽ പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. അതിന് പിന്നാലെ ഉന്തും തള്ളും ഉണ്ടായി പോലീസുകാരുമായി. ഇപ്പോൾ പോലീസ് ഇടപെട്ട് അതിൽ അറസ്റ്റ് ചെയ്ത് പ്രവർത്തകരെ വാഹനത്തിൽ കൊണ്ടുപോവുകയാണ്. മനീഷ് മഹിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. ഗസയിൽ ആക്രമണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ശക്തമായ നടപടിയെന്ന് നെതന്യാഹു പറയുന്നു. വെടിനിർത്തൽ കരാർ ഹമാസ് ലംഘിച്ചു. ഒക്ടോബർ 10-ന് കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇസ്രായേൽ 125 തവണ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി പലസ്തീൻ ഭരണകൂടം അതേസമയം കുറ്റപ്പെടുത്തുന്നുമുണ്ട്. ശ്രീത് ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീത്ത്, ഗസയിലെ സമാധാന കരാറിൽ ഒപ്പുവെച്ച ആ സമയം തൊട്ട് ഒരു വിഭാഗം ആളുകൾ ഉയർത്തിയ പ്രധാന സംശയമായിരുന്നു ഈ കരാറിന് എത്ര നാൾ ഉണ്ടാകും ഈ കരാർ ഇതുപോലെ. കാരണം ആ കരാറിൽ ഒപ്പുവെച്ചത് ഈ 2 രാജ്യങ്ങളുടെയും തലവന്മാരല്ല, മറ്റ് രാജ്യങ്ങൾ, ഇടനിലക്കാരായി വന്ന രാജ്യങ്ങൾ ഒപ്പിട്ട ഒരു കരാർ. അതിന് എത്രമാത്രം സാധുതയുണ്ട് എന്നൊക്കെയുള്ള സംശയങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. അത് കൃത്യമായി ഭവിക്കുന്നു എന്ന് വേണ്ടേ കരുതാൻ. എന്താണ് നിലവിലെ സാഹചര്യം? ഗസയിൽ എത്രമാത്രം വലിയ ആക്രമണത്തിനാണ് ഇസ്രായേൽ കോപ്പുകൂട്ടുന്നത്? അവിടെ ലോകം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. ആ സമാധാന കരാറുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും മുന്നോട്ട് പോകുമെന്ന് എന്നായിരുന്നു പ്രതീക്ഷയല്ല. അപ്പോൾ അതിനെല്ലാം വളരെ വേഗം തന്നെ ഇല്ലാതാക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അദ്ദേഹം ഇന്ന് രാവിലെ അടിയന്തരമായിട്ട് സൈനിക പ്രതിരോധ മേധാവികളുടെ യോഗം വിളിക്കുന്നു. യോഗത്തിന് ശേഷമുള്ള തീരുമാനമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിശക്തമായ ആക്രമണം ഗസയിൽ നടത്താനാണ്, അതും ഹമാസിനെതിരെ നടത്താനാണ് ബെഞ്ചമിൻ നെതന്യാഹു സൈനിക മേധാവിമാർക്കും പ്രതിരോധ മേധാവിമാർക്കും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് ഇപ്പോഴും ഇസ്രായേലികളുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകാൻ ഹമാസ് മടി കാണിക്കുന്നു എന്നൊരു കാരണമാണ്. ആ ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് ഹമാസിന് മേൽ ഗസയിൽ അതിരൂക്ഷമായ ആക്രമണം തുടരാനും നടത്താനും ബെഞ്ചമിൻ നെതന്യാഹു ആഹ്വാനം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഹമാസ് അതിനെ പൂർണ്ണമായി നിഷേധിക്കുകയാണ്. ഒരു തരത്തിലും മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടില്ല. പക്ഷേ മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നതിൽ മാത്രമല്ല, മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിലും അത് പലയിടത്തും കുഴിച്ചെടുക്കുന്നതിലും ഇസ്രായേൽ സൈന്യം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നാണ് ഹമാസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇനി അങ്ങനെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ പൂർണ്ണമായും മൃതദേഹങ്ങൾ തിരിച്ചു നൽകുന്നത് നിർത്തിവെക്കാനും ഹമാസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ഒക്ടോബർ 10-ന് അതിസുപ്രധാനമായ തീരുമാനവും സുപ്രധാനമായ ഉടമ്പടിയും കരാറും ഒക്കെ വന്നതിന് ശേഷം ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഏറെക്കുറെ സമാധാനപരമായ കാര്യങ്ങൾ പോവുകയായിരുന്നു. പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് അപ്രതീക്ഷിതമായ തീരുമാനമാണ്. അതിനപ്പുറത്തേക്ക് പോയാൽ ഒരുപക്ഷെ ഈ രൂപത്തിൽ മുന്നോട്ട് പോകുമെന്ന് ലോകം പ്രതീക്ഷിച്ചെങ്കിലും അതിരൂക്ഷമായ ആക്രമണം ഹമാസിന് മേൽ നടത്തണമെന്ന് ഇസ്രായേൽ പറയുന്നത് ഒരുപക്ഷെ ഈ സമാധാന കരാറിനെ പൂർണ്ണമായി ലംഘിക്കുന്നതിന് തുല്യമാകും. അതിനപ്പുറത്തേക്ക് ചിന്തിച്ചാൽ അമേരിക്ക കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നത് ഒരു കാരണവശാലും ഗസയിലും വെസ്റ്റ് ബാങ്കിലും, അതുമാത്രമല്ല വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഉണ്ടാകരുത്. അതോടൊപ്പം തന്നെ ഗസയിൽ ആക്രമണം നടത്താൻ ഇസ്രായേൽ തുനിയരുത്, സമാധാന കരാർ പൂർണ്ണമായും നിലനിന്ന് പോകണമെന്നൊരു ആവശ്യം മാത്രമല്ല അത് ശക്തമായ നിർദ്ദേശമായി തന്നെ US, അമേരിക്കയും ട്രംപും മുന്നോട്ട് വച്ചിരുന്നു. അതിനെയും ഇപ്പോൾ ലംഘിക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്ന് നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ വാർത്ത പറഞ്ഞതിന് ശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം ഇപ്പോഴും അമേരിക്കയുടെ നിലപാട്. അമേരിക്ക പറയുന്നത് വെടിനിർത്തൽ കരാർ ഇപ്പോഴും തുടരുന്നുണ്ട്, ആ സമാധാന ഉടമ്പടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അവിടെ ആക്രമണത്തിന് ഇസ്രായേൽ നിർദ്ദേശം നൽകിയിട്ടില്ല എന്നൊരു വാർത്ത കൂടിയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് നമുക്ക് നൽകാൻ കഴിയുന്നത്. അങ്ങനെ അമേരിക്ക ഇപ്പോഴും വെടിനിർത്തൽ കരാറുമായി മുന്നോട്ട് പോകുന്നു. ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അഭിമാന പ്രശ്നം കൂടിയാണ്. ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ അദ്ദേഹം 7 രാജ്യങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ നടത്തിയ ശ്രമം വിജയിച്ചു എന്ന് അദ്ദേഹം ലോകരാജ്യങ്ങളോട് പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ലോകത്ത് സഞ്ചരിക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഹമാസിനെ ആക്രമിക്കാൻ, ഗസയെ ആക്രമിക്കാൻ, അതും അതിരൂക്ഷമായി ആക്രമണം നടത്താൻ സൈന്യത്തിന് നിർദ്ദേശം നൽകുന്നത്. എന്തായാലും സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയായി മാറും ഈ തീരുമാനം, ഈ നിർദ്ദേശം എന്നുറപ്പാണ് പൊജിൻ.
ഗസയിൽ സമാധാനം ഇനിയും അകലെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അവിടുത്തെ സമാധാന കരാർ ഇപ്പോൾ പാളിയിരിക്കുന്നു. വീണ്ടും ആക്രമണത്തിന് കൊപ്പുകുട്ടിയാണ് ഇസ്രായേൽ. ശ്രീത് ബാലകൃഷ്ണനാണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. ആന്ധ്രാപ്രദേശിൽ നാശം വിതച്ചിരിക്കുന്നു മൊന്ത ചുഴലിക്കാറ്റ്. കൊണസീമ ജില്ലയിൽ മരം കടപുഴകി വീണ് ഒരാൾ മരിച്ചു. ആന്ധ്രയിലെ തീരദേശ ജില്ലകളിൽ കനത്ത മഴയും കാറ്റും തുടരുകയുമാണ്. 10,000-കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. കനത്ത മഴയിൽ വീട് തകർന്നു വീണ് ബംഗാളിൽ 5 പേർക്ക് പരിക്കേറ്റു. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റഹീസ്, നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അതിശക്തമായ ചുഴലിക്കാറ്റായി ഇത് മാറും എന്നുള്ളത്. മൊന്ത ഇപ്പോൾ ആ രീതിയിൽ അതിന്റെ രൗദ്രഭാവം പുറത്തെടുത്ത് തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇപ്പോൾ ഒരു മരണം റിപ്പോർട്ട് ചെയ്യുന്നു. പലയിടങ്ങളിൽ നിന്നും ആളുകളെ കൂടുതലായി ഒഴിപ്പിക്കുകയാണ്. എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ? നിലവിൽ ഏതാണ്ട് 70,000-ലധികം പേരെ ആന്ധ്രയിൽ നിന്നും ഒഴിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നു. മാത്രമല്ല മോന്ത ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ മരണം കൂടി റിപ്പോർട്ട് ചെയ്യുന്ന സമയമാണിത്. അതായത് നിലവിൽ ആന്ധ്രയിൽ നിന്നും ഒരു കൊനസീമ ജില്ലയിൽ ഉള്ള ഒരു സ്ത്രീ മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. മകനഗുഡം എന്ന വില്ലേജിലുള്ള ഒരു സ്ത്രീയാണ് മരിച്ചിരിക്കുന്നത്. അതൊരു മരം കടപുഴകി വീണ് ശരീരത്തേക്ക് പതിച്ചാണ് മരിച്ചിരിക്കുന്നുള്ള വിവരം പുറത്തു വരുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ജില്ലകൾ ഉടനീളം ഏതാണ്ട് ഒരു 10-12 ജില്ലകളിലായി ചുഴലിക്കാറ്റിന്റെ പ്രഭാവം അതിന്റെ തീവ്രത ആദ്യം എത്തിയ ജില്ലകളിൽ വലിയ തോതിലുള്ള മഴയുണ്ട്, കാറ്റുണ്ട്, മരങ്ങളൊക്കെ റോഡിലേക്ക് കടപുഴകി വീഴുകയാണ്, വീടുകൾക്ക് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ആന്ധ്രയിൽ ഉടനീളം ഈ 12 ജില്ലകളിലായി ഈ മൊന്ത ചുഴലിക്കാറ്റിന്റെ ആ ഒരു പ്രഭാവം അത് വിതയ്ക്കുന്ന നാശനഷ്ടമൊക്കെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഒഡീഷയിലും 8 ജില്ലകളിൽ കനത്ത മഴ പെയ്യുന്നുണ്ട്. അവിടെയും ഇത്തരത്തിൽ നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് ഈ രാത്രിയിൽ ഈ മൊന്ത ചുഴലിക്കാറ്റ് അതിന്റെ സംഹാര താണ്ഡവം ആടുന്നു എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 2 ജില്ലകളിലും കടുത്ത ജാഗ്രതാ നിർദ്ദേശവും ഒപ്പം തന്നെ വിവിധ സംഘങ്ങൾ NDRFന്റെയും SDRFന്റെയും സംഘങ്ങളൊക്കെ ഇറങ്ങി രക്ഷാപ്രവർത്തനവും ഒപ്പം തന്നെ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർ അത് കൃത്യമായി പാലിച്ചു പോകുന്നുണ്ട്. മാക്സിമം അതിന്റെ ഒരു ഇമ്പാക്ട് കുറയ്ക്കുക, അതുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 2 സംസ്ഥാനങ്ങളും ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. എന്തായാലും അത് ആന്ധ്രയിൽ അതിന്റെ കൂടുതൽ രൗദ്രഭാവം കാട്ടി തുടങ്ങി എന്നുള്ള വിവരങ്ങളാണ് നിലവിൽ പുറത്തു വരുന്നത്. ആ തരത്തിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് പ്രജിൻ. 24 ബിഗ് ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക രേഖകൾ നശിപ്പിച്ചുവെന്ന സൂചന. വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ സുപ്രധാന രേഖകൾ കാണാനില്ല. പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ട രേഖകളാണ് കാണാതായത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ രേഖകൾ കണ്ടെത്താനായില്ല. ചോദ്യം ചെയ്യാനായി മുരാരി ബാബുവിനെ തിരുവനന്തപുരത്ത് എത്തിച്ചു. 1998-99 കാലത്ത് വിജയ് മല്യ ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞ രേഖകളും ഇടപാടുകളുമാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ പ്രത്യേക ഉദ്യോഗസ്ഥ സംഘത്തെ നിയോഗിച്ച് നടത്തിയ പരിശോധനയിൽ രേഖകൾ കണ്ടെത്താൻ ദേവസ്വം ബോർഡിനായില്ല. ദേവസ്വം ആസ്ഥാനത്തും പമ്പയിലും സന്നിധാനത്തും ഉൾപ്പെടെ പരിശോധന നടത്തിയെങ്കിലും രേഖകൾ നഷ്ടപ്പെട്ടെന്നാണ് വിവരം. ഉന്നത ഉദ്യോഗസ്ഥർ പ്രതികളായ കേസിൽ നിർണായക തെളിവുകൾ നശിപ്പിച്ചതായും സംശയമുണ്ട്. അതിനിടെ സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ SIT കസ്റ്റഡിയിൽ വിട്ടു. റാന്നി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാലാവധി മറ്റന്നാൾ അവസാനിക്കാനിരിക്കെ ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും. ദ്വാരപാലക പാളികളിലെ സ്വർണം കവർച്ച ചെയ്ത കേസിൽ 2ാം പ്രതിയായ മുരാരി ബാബു സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയ കേസിൽ 6ാം പ്രതിയാണ്. മുരാരി ബാബു തട്ടിപ്പിന് പോറ്റിയുമായി ചേർന്ന ഗൂഢാലോചന നടത്തിയെന്നാണ് SITയുടെ കണ്ടെത്തൽ. 24 തിരുവനന്തപുരം. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രത്തിലെ സ്വർണം നിയമവിരുദ്ധമായി കൈകാര്യം ചെയ്തതായി റിപ്പോർട്ട്. സാമൂതിരി ദേവസ്വത്തിന് കീഴിലെ കോഴിക്കോട് വളയനാട് ക്ഷേത്രത്തിൽ കൊടിമരം സ്വർണം പൂശിയത് നടപടിക്രമം പാലിച്ചല്ല. ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. 24 ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണപ്പാളി മോഷണത്തിന് പിന്നാലെ വിവിധ ക്ഷേത്രങ്ങളിൽ നടന്ന ക്രമക്കേടുകൾ ഓരോന്നായി പുറത്തു വരികയാണ്. 2017 വളയനാട് ക്ഷേത്രത്തിൽ കൊടിമരം സ്വർണം പൂശിയത് ചട്ടവിരുദ്ധമാണെന്ന മലബാർ ദേവസ്വം കമ്മീഷണറുടെ രേഖകളാണ് 24 പുറത്തുവിടുന്നത്. വളയനാട് ക്ഷേത്രത്തിലെ കൊടിമരം സ്വർണം പൂശാൻ 1800 ഗ്രാം തങ്കവും മറ്റ് ചിലവുകൾക്ക് 9 ലക്ഷം രൂപയും എന്ന കണക്കിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കി. എന്നാൽ ബോർഡിൽ നിന്ന് അനുമതി വാങ്ങാതെയായിരുന്നു ഈ കാര്യങ്ങൾ ചെയ്തത്.
കൊടിമരം സ്വർണം പൊതിയാനുള്ള കൊട്ടേഷൻ ഏകപക്ഷീയമായി നൽകി. സ്വർണം സ്റ്റോക്കിൽ നിന്ന് എടുത്തപ്പോഴോ കരാറുകാരനെ ഏൽപ്പിച്ചപ്പോഴോ മലബാർ ദേവസ്വം ബോർഡ് ഗോൾഡ് സ്മിത്ത്, വെരിഫിക്കേഷൻ ഓഫീസർ എന്നിവരുടെ സാന്നിധ്യം ഉണ്ടായില്ല. ഉപയോഗപ്പെടുത്തിയ സ്വർണത്തിന്റെ വിവരം രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയില്ല തുടങ്ങിയ ഗുരുതര ആരോപണങ്ങൾ റിപ്പോർട്ടിലുണ്ട്. 2017 സെപ്റ്റംബർ 2 മുതൽ നവംബർ 18 വരെ സംഭാവനയായി ലഭിച്ച സ്വർണം ഉരുക്കുന്നതിന് മുമ്പ് മൂല്യനിർണ്ണയം നടത്തിയില്ലെന്നും റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്രോത്സവം നടത്താൻ രൂപീകരിച്ച കമ്മിറ്റിയെ തന്നെ കൊടിമരം സ്വർണം പൂശാൻ ഏൽപ്പിച്ചതും നിയമവിരുദ്ധമാണ്. ഈ കമ്മിറ്റി സ്വർണ്ണനിധി എന്ന പേരിൽ നാട്ടുകാരിൽ നിന്ന് പിരിച്ച പണം ഉപയോഗിച്ച് വാങ്ങിയ സ്വർണത്തിന്റെ ഗുണനിലവാരം ഉറപ്പിക്കുകയോ കൃത്യമായ ബില്ല് സൂക്ഷിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സ്വർണത്തിന്റെ അളവ്, കാരറ്റ് എന്നിവ പരിശോധിച്ച് വെരിഫിക്കേഷൻ ഓഫീസർ ഒപ്പുവെക്കണമെന്നാണ് രീതിയെങ്കിലും അതും നടന്നിട്ടില്ലെന്നും കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഈ കാര്യങ്ങൾ സാധൂകരിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. മലപ്പുറം. KPCC പുനഃസംഘടനയിലെ അതൃപ്തി ഹൈക്കമാൻഡിനെ അറിയിച്ചതായി കെ സുധാകരൻ MP. പറയേണ്ടത് മുഖം നോക്കി പറഞ്ഞിട്ടുണ്ടെന്നും പ്രതികരണം. കെ സുധാകരൻ ഉന്നയിച്ച വിഷയങ്ങൾ മാധ്യമങ്ങളോട് പറയാനാകില്ലെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു. KPCCയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പദ്ധതിക്ക് തിരുത്തു നിർദ്ദേശിച്ച് AICC. എല്ലാവരും ഒറ്റക്കെട്ടെന്നും പാർട്ടിയിൽ അനൈക്യമില്ലെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. ഞങ്ങളെല്ലാം അറിയിക്കേണ്ട അതിർത്തിയെല്ലാം നേരെ മുഖം നോക്കിയിട്ട് തന്നെ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ അടിക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞു, നേതാക്കന്മാരാണ് ഈ പാർട്ടിക്കകത്ത് അനൈക്യമുണ്ടാക്കുന്നവർ. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഡൽഹിയിൽ ചേർന്ന യോഗത്തിലാണ് കെ സുധാകരൻ KPCC നേതൃത്വത്തിനെതിരെ തുറന്നടിച്ചത്. സുധാകരന്റെ വിമർശനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മറുപടി ഇങ്ങനെ: He has told something in our meeting and that I don't want to disclose. കേരളത്തിൽ 100% വിജയിക്കുമെന്നും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് മാധ്യമങ്ങൾ ആരെയെങ്കിലും നിർദ്ദേശിച്ചാൽ ചർച്ച ചെയ്യാമെന്നും ഖാർഗെയുടെ പരിഹാസം. നവംബർ 1 മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കും. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോഴും കോൺഗ്രസ് സംസ്ഥാന നേതാക്കൾക്കിടയിൽ ആശയവിനിമയം ഇല്ല എന്ന ആക്ഷേപവും ചില നേതാക്കൾ കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചു. പുനഃസംഘടനയിൽ 5 അക്കത്തിൽ തോറ്റ ചിലരെ ജനറൽ സെക്രട്ടറിമാരാക്കി. വയനാട് DCC അധ്യക്ഷനെ തെരഞ്ഞെടുത്തപ്പോൾ കൂടിയാലോചന നടത്തിയില്ലെന്നും നേതാക്കൾ വിമർശനം ഉന്നയിച്ചു. തെരഞ്ഞെടുപ്പിന് സജ്ജരാകാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ കണ്ടത് നേതാക്കൾക്കിടയിലെ അനൈക്യവും അഭിപ്രായ ഭിന്നതയും. ഇതെല്ലാം മറികടന്ന് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിന് ഇറങ്ങണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശത്തോട് എത്ര നേതാക്കൾ വഴങ്ങും? ഡൽഹിയിലെ AICC ആസ്ഥാനത്തിന് മുന്നിൽ നിന്നും ആശിഷ് മട്ടുവിനൊപ്പം അജീഷ് ജയകുമാർ, 24. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക്. ലോകം കണ്ട ഏറ്റവും വലിയ ചുഴലിക്കാറ്റുകളിൽ ഒന്നായ മെലീസ കരീബിയൻ ദ്വീപരാജ്യമായ ജമൈക്കയിൽ കരതൊട്ടിരിക്കുന്നു. ജമൈക്കയിൽ വ്യാപക നാശനഷ്ടം സൃഷ്ടിക്കുമെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. മണിക്കൂറിൽ 295 കിലോമീറ്റർ വേഗത്തിലാണ് കാറ്റ് വീശുന്നത്. ജമൈക്കയിൽ 3 പേർ, ഹെയ്ത്തിയിൽ 3 പേർ, ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ 1 എന്നിങ്ങനെ 7 മരണം ചുഴലിക്കാറ്റിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹരിക്കേന് ജമൈക്കയിലോട്ട് കയറിയിട്ടില്ല. ഏകദേശം ഇതിൻ 1 മണിക്കൂറിനകം ജമൈക്കയിലോട്ട് കയറുമെന്നാണ് പറയുന്നത്. ഏകദേശം 185 മൈൽ പെർ അവറിലാണ് ഇപ്പം ഹരിക്കെയിന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ സ്ലോയിലാണ് മൂവ് ചെയ്യുന്നത്, 7 മൈൽ പെർ അവറിൽ. അതുകൊണ്ട് ജമൈക്കയുടെ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ ഹരിക്കെയിനാണ്. ഞങ്ങളുടെ ഈ ഹോട്ടൽ സേഫാണ്. ഞങ്ങളുടെ 5th ഫ്ലോറിലെ ഓഷൻ ഫ്രണ്ട് റൂമാണ് ഞങ്ങളുടെ. വിൻഡോയും ഇതുമെല്ലാം അടച്ച് ഹരിക്കെയിൻ ആയിട്ടില്ല. ഏകദേശം ഒരു 3-4 മണിക്കൂറുടെ കഴിഞ്ഞ ഹരിക്കെയിന്റെ ആ സ്പീഡിലുള്ള വിൻഡ് ഇതിലെ കടന്നു പോകത്തുള്ളൂ. റൂമൊന്നും തുറന്ന് വെളിയിൽ പോകരുത്, ഇച്ചിരൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഹിസ്റ്ററിയിൽ, പറഞ്ഞ പോലെ ജമൈക്കയുടെ ഹിസ്റ്ററിയിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഹരിക്കെയിനാണ്. എനിവേ ഇന്നൊരു ഈവനിങ് ആകുമ്പോഴത്തേന് ഈ കാറ്റ് കടന്നു പോകുന്നുള്ള പ്രതീക്ഷയാണ്. സോഫാർ ഞങ്ങളെല്ലാവരും സേഫാണ്. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി വീണ്ടും നിഷേധിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ചെയർമാനും INTUC സംസ്ഥാന അധ്യക്ഷനുമായ R. ചന്ദ്രശേഖരൻ,
മുൻ മാനേജിംഗ് ഡയറക്ടർ കെ രതീഷ് എന്നിവരെ പ്രോസിക്യൂട്ട് ചെയ്യാനാണ് CBI അനുമതി തേടിയിരുന്നത്. മുൻപ് 2 തവണ പ്രോസിക്യൂഷൻ അനുമതി നിരസിച്ചത് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. CBIയുടെ ആവശ്യം വീണ്ടും പരിഗണിക്കാൻ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് വീണ്ടും പരിഗണിച്ച ശേഷമാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകേണ്ടതില്ലെന്ന് വ്യവസായ വകുപ്പ് തീരുമാനിച്ചത്. ഇക്കാര്യം നാളെ ഹൈക്കോടതിയെ അറിയിക്കും. കേക്ക് മിക്സിംഗ് ചടങ്ങോടെ 2025 ക്രിസ്മസ് ഉത്സവ സീസൺ ആരംഭിച്ച് കോവളം ലീല റാവിസ് 850 കിലോഗ്രാം നട്ട്സും പഴങ്ങളുമായാണ് ഇന്ത്യയിലെ ഐക്കണിക് ക്ലിഫ് ടോപ്പ് ആഡംബര റിസോർട്ടായ ലീല റാവിസ് കോവളം വാർഷിക ക്രിസ്മസ് കേക്ക് മിക്സിംഗ് ചടങ്ങോടെ ഉത്സവ സീസൺ ആരംഭിച്ചത്. 850 കിലോഗ്രാം ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കലർത്തി വ്യത്യസ്തമായ 2000 കിലോഗ്രാം ക്രിസ്മസ് കേക്ക് നിർമ്മിച്ചു. ഇത് ഡിസംബർ മുതൽ വാങ്ങാൻ കഴിയും. റിസോർട്ടിന്റെ അവധിക്കാല ആഘോഷങ്ങൾക്ക് ഒരു തുടക്കം കൂടിയാണിത്. നടി അർച്ചന രവിയുടെ സാന്നിധ്യം ചടങ്ങിനെ കൂടുതൽ സമ്പന്നമാക്കി. സ്റ്റോക്കിംഗ് ആകൃതിയിലുള്ള കേക്ക് മിക്സിംഗ് ടേബിളും കൈകൊണ്ട് നിർമ്മിച്ച തടി നക്ഷത്രങ്ങളും ഉൾപ്പെടെയുള്ളവ അണിനിരത്തിയായിരുന്നു ആഘോഷങ്ങൾ. ഒരുമയുടെയും ആഘോഷത്തിന്റെയും ആവേശത്തിൽ പങ്കുചേരാൻ ദ ലീല റാവിസ് കോവളം അതിഥികളെയും സമൂഹത്തെയും ക്ഷണിക്കുന്നതായി ജനറൽ മാനേജർ അയ്യപ്പൻ നല്ല പെരുമാൾ അറിയിച്ചു. At Leela Ravi's Kovalam, we focus more on sustainability and creativity and togetherness. So today, as you see, we've got almost about 650 kgs of nuts, fruits and bit of alcohol mixed together. And the story goes like this, that we actually marinate this and to let it soak for almost a year so that we get a wonderful cake, Christmas cake, that we can celebrate the beautiful Christmas and the New Year. PM ശ്രീ വിവാദത്തിൽ CPIMന്റെ അനുനയ നീക്കം പാളുന്നു. പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന നിലപാടിൽ ഉറച്ച് CPI. 2 അംഗ ഉപസമിതിയെ നിയോഗിക്കാമെന്ന CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നിർദ്ദേശത്തിന് CPI ഉപാധി വെച്ചു. ഉപസമിതിക്ക് മുൻപ് ധാരണാപത്രം മരവിപ്പിക്കണമെന്നും കേന്ദ്രത്തിന് കത്തയക്കണമെന്നും ആവശ്യം. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കില്ല. PM ശ്രീയിൽ ഉടലെടുത്തത് 2ാം പിണറായി സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയായി. മുഖ്യമന്ത്രിക്ക് പിന്നാലെ പ്രശ്നപരിഹാരത്തിനായി CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഇടപെട്ടെങ്കിലും ഫലം കണ്ടില്ല. പദ്ധതിക്കായി 2 അംഗ ഉപസമിതിയെ വയ്ക്കാമെന്ന നിർദ്ദേശം തള്ളിക്കളയാൻ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. ഉപസമിതിയെ നിയോഗിക്കുന്നതിന് മുൻപ് ധാരണാപത്രം മരവിപ്പിക്കണം. ഇതാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയക്കുകയും അത് പ്രസിദ്ധപ്പെടുത്തുകയും വേണം. പദ്ധതിയിൽ നിന്ന് പിന്മാറാത്ത സാഹചര്യത്തിൽ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് മുഖ്യമന്ത്രിയും പാർട്ടിയും നിലപാടെടുത്തു കഴിഞ്ഞു. PM ശ്രീ വിവാദങ്ങളെ തള്ളുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും പ്രതികരിച്ചു. മതനിരപേക്ഷത ഉറപ്പിക്കുമെന്നും ദേശീയ നയത്തിലെ രാഷ്ട്രീയ ഉള്ളടക്കം അകറ്റുനിർത്തുമെന്നും പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ V ശിവൻകുട്ടി പറയുന്നു. സംസ്ഥാന കൗൺസിൽ ചേരുന്ന നവംബർ 4 മുൻപ് സമവായ നീക്കത്തിനാണ് ശ്രമം. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI മന്ത്രിമാർ വിട്ടുനിന്നാൽ സർക്കാരിന് കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടു എന്ന വിമർശനമുയരും. നവംബർ 1 വിളിച്ചു ചേർക്കുന്ന പ്രത്യേക നിയമസഭാ സമ്മേളനവും ചോദ്യചിഹ്നമായി കഴിഞ്ഞു. 24 തിരുവനന്തപുരം. ഇതോടെ ലേറ്റ് എഡിഷൻ പൂർത്തിയാവുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.